Hello friends, welcome to my channel. Class 4 ന്റെ മറ്റൊരു EVS ന്റെ വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കേ, അപ്പോൾ ഇന്ന് നമ്മൾ അപ്പ് അബവ് ദി സ്കൈ ആകാശത്തിന് മുകളിലേക്ക് പോവാണ് അല്ലേ? ഓക്കേ, ഫസ്റ്റത്തെ നമ്മളുടെ വർക്ക്ഷീറ്റിലെ ഫസ്റ്റ് പാർട്ട് അതാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ. അമാവാസിയും പൗർണമിയും. എന്താണ് അമാവാസി, എന്താണ് പൗർണമി? അമാവാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമാവാസിക്ക് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല അല്ലെ? ഓക്കെ, പൗർണമിക്കോ? പൗർണമിക്ക് നമുക്ക് പൂർണ്ണ ചന്ദ്രനെ നല്ല നിലാവോടുകൂടി കാണാൻ സാധിക്കും. ഓൺ ദ ഡേ ഇൻ വിച്ച് ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് കംസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് വി കനോട്ട് സീ ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. അതായത് സണ്ണും മൂണും എർത്തും നേർരേഖയിൽ വരും. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരികയും ചന്ദ്രന്റെ മറയപ്പെട്ട ഭാഗം, അതായത് ഇരുടായി കിടക്കുന്നത് കൊണ്ട് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാതെ ചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല, അവിടെ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് അമാവാസി. പൗർണമി ആണെങ്കിലോ, ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ദ പാർട്ട് ഓഫ് ദ മൂൺ വേർ സൺലൈറ്റ് ഫോൾസ് faces the earth and is fully visible from the earth. സൂര്യപ്രകാശം തട്ടുന്ന ചന്ദ്രന്റെ ഭാഗം പൂർണ്ണമായിട്ടും നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കും. അതാണ് പൗർണമി. അപ്പൊ ഇവിടെ സൺ, മൂൺ ആൻഡ് എർത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രോ ആൻഡ് റെക്കോർഡ് ദ പൊസിഷൻ ഓഫ് ദ മൂൺ, സൺ ആൻഡ് എർത്ത് ഓൺ ഫുൾ മൂൺ ഡേ ആൻഡ് ന്യൂ മൂൺ ഡേ. പൗർണമിയിലെയും അമാവാസിയിലെയും ചന്ദ്രന്റെയും സൂര്യന്റെയും ഭൂമിയുടെ സ്ഥാനം വരച്ച് രേഖപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു പ്രവർത്തനമായിരിക്കും. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഫുൾ മൂൺ ഡേയും തന്നിട്ടുണ്ട്, ന്യൂ മൂൺ ഡേയും തന്നിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾ കാണാത്തൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതില് രണ്ടും ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും അവിടെ വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പം ഈ ഒരു പിക്ചർ നോക്കൂ. ഇവിടെ സണ്ണ് വരുന്നുണ്ട്, സണ്ണ് മുകളില് ഉണ്ട്. അപ്പൊ ആദ്യത്തേത് ഇത് മുകളിലുള്ളത്, ഈ ചുറ്റുള്ളതൊന്നും വേണ്ട. ഏറ്റവും മുകളിലും ഏറ്റവും താഴെയുള്ളത് മാത്രം നമ്മൾ വരച്ചാൽ മതി. മറ്റേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ വരച്ചു എന്നുള്ളൂ. ഓരോ ഫേസസ് ആണ്, മൂണിന്റെ ഓരോ ഫേസസ്. ഓക്കെ, അപ്പൊ സൂര്യനും ചന്ദ്രൻ നടുവിലും ഭൂമിയും അങ്ങനെ വരുന്നതാണ് ന്യൂ മൂൺ ഡേ, അമാവാസി. അവിടെ സംഭവിക്കുന്നത് സൂര്യന്റെ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം ആ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ വെളിച്ചം ഉണ്ടാവും. പക്ഷെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആ ഭാഗം കാണാൻ സാധിക്കുമോ? ഇല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഇരുണ്ട ഭാഗം, വെളിച്ചം തട്ടാത്ത, പ്രകാശം തട്ടാത്ത ഭാഗമാണ് കാണുക. അതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതാണ് അമാവാസി. ഇനി ഇത് നോക്കൂ. ഒരു ചിത്രം ഉണ്ടാവുമ്പോ ഒരു മൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നിൽ കാണിച്ചത് കൊണ്ടാണ് ഇത്രയും മൂണ് വന്നത്. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോ ന്യൂ മൂണില് ഒരു ചന്ദ്രനെ, നടുവിൽ മാത്രം ചന്ദ്രനെ വരയ്ക്കുക. പൗർണമി, ഫുൾ മൂൺ ഡേയിലാണ് ഇവിടെ ലാസ്റ്റ് വരുന്നത്. അപ്പോ ഭൂമിയാണ് നടുവിൽ വരിക. സൂര്യനും ഭൂമിയും ചന്ദ്രനും. അവിടെ എന്താ സംഭവിക്കുന്നത്? സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം ഭൂമിയോട് നേരെയാണ്. അതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും. സൂര്യപ്രകാശം തട്ടാത്ത ഭാഗം ഇപ്പുറത്തെ, ഇവിടെ ബ്ലാക്കിൽ ഈ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് കാണേണ്ട ഭാഗത്തല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മഞ്ഞ കളറിൽ കൊടുത്തത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗമാണ്, കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതാണ് പൗർണമി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കാം. ബ്ലഡ് മൂൺ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബ്ലഡ് മൂൺ? ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തം. രക്തം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചുവപ്പ്. അപ്പൊ ചുവന്ന മൂണാണ്. ദ മൂൺ ഇൻ ടോട്ടൽ എക്ലിപ്സ് അപ്പിയേഴ്സ് റെഡിഷ് ഇൻ കളർ. പൂർണ്ണ ചന്ദ്രനായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അത് ഒരു തരത്തിലൊരു ചുവന്ന നിറമായിരിക്കും. കറക്റ്റ് ചുവപ്പായിക്കൊള്ളണമെന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ചുവപ്പിൽ കാണും. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് ഒരു ഓറഞ്ച് കലർന്ന നിറത്തിലാണ്. അത് ഒരുപാട് വർഷത്തിനിടയ്ക്കൊക്കെ സംഭവിക്കുള്ളൂ. അപ്പൊ ഒരു ബ്ലഡ് മൂണിന്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഒരു റെഡിഷ് കളർ, ഇത് ബഹിരാകാശത്ത് നിന്ന് എടുത്തിട്ടുള്ള ചിത്രമാണ്. ഇത്രയ്ക്കൊക്കെ റെഡിഷ് കളർ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കണ്ടപ്പോ ഒരു ഓറഞ്ച് ആയിട്ടുള്ള കളറായിരുന്നു. എന്തായാലും ഒരു റെഡിഷ് കളർ ആയിരിക്കും. ഓക്കെ, പിന്നെ ബ്ലൂ മൂണിനെ പറ്റി പറയുന്നുണ്ട്. എ ബ്ലൂ മൂൺ ഈസ് എൻ അഡീഷണൽ ഫുൾ മൂൺ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ സബ് ഡിവിഷൻ ഓഫ് എ ഇയർ. അതായത് ഒരു പൗർണമിയും ഒരു അമാവാസിയും ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ ആ ഒരു പൗർണമി കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു പൗർണമി കൂടി വരിക, അതിനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതിൽ കാഴ്ചയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല.
2 പൗർണമി, അതിൽ രണ്ടാമത്തെ പൗർണമിയെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അടുത്തത് സൂപ്പർ മൂൺ ആണ്. സൂപ്പർ മൂൺ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ സൂപ്പർമാൻ എന്നൊക്കെ പറയില്ലേ, സൂപ്പർമാന്റെ ഒക്കെ പ്രത്യേകത എന്താ, ഒരുപാട് വലുതാവാനോ അങ്ങനെയൊക്കെ അമാനുഷിക ശക്തി ഉള്ളത് എന്നൊക്കെയാ പറയാ. അതുപോലെ ഈ നമ്മുടെ സൂപ്പർ മൂൺ എന്ന് പറയുന്നതും കുറച്ച് വലുതായിരിക്കും. ദ മൂൺ അപ്പിയേഴ്സ് സ്ലൈറ്റ്ലി ലാർജർ, ഇത്തിരി വലിപ്പം കൂടുതലായിരിക്കും. ആൻഡ് ബ്രൈറ്റർ, നല്ല നിലാവും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സൂപ്പർ മൂണിന്റെ ചിത്രമാണ് ഇത്. നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ഫോട്ടോഗ്രാഫറുടെ കഴിവാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഇത്ര വലിപ്പം ഉണ്ടാവുന്നല്ല, ഇത് അടുത്ത് നിന്നും എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ചിത്രങ്ങളൊക്കെ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ചേഞ്ചസ് ഓഫ് മാറ്റർ. Let's listen to Ammu about the changes of matter. ദ്രവ്യങ്ങളുടെ മാറ്റങ്ങൾ, അവസ്ഥയിലുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാ പറയുന്നത്. അമ്മു എന്താ ചെയ്തേ? അമ്മു ഐസ് ഒരു വെസലിൽ വെച്ച് ചൂടാക്കി. അപ്പൊ അതെന്തായി? അത് വെള്ളമായിട്ട് മാറി. വീണ്ടും അത് ചൂടാക്കിയപ്പോ അത് നീരാവി ആയിട്ട് മാറി. വീണ്ടും അത് വേപ്പറായിട്ട് മാറി. വീണ്ടും അത് കൂൾ ചെയ്തപ്പോ ആ വേപ്പർ എന്തായിട്ട് മാറി? വാട്ടറായിട്ട് മാറി. ആ വാട്ടറിനെ വീണ്ടും കൂൾ ചെയ്തപ്പോ നമുക്കറിയാം, വാട്ടറിനെ കൂൾ ചെയ്യാറിനാല് വെള്ളത്തിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് എന്താവും? ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് നന്നായിട്ട് കൂളാവുക. നന്നായിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് എന്താവും? ഐസ് ആവും അല്ലെ. ഓക്കെ, ഐസ് ആയിട്ട് മാറി. അപ്പൊ കംപ്ലീറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഓഫ് വാട്ടർ. വാട്ടറിന്റെ രൂപാന്തരങ്ങളെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, വാട്ടർ തന്നെ എന്തിനാ ഇവിടെ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അവസ്ഥകളിലും, ഖരം, ദ്രാവകം, വാതകം, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് സോളിഡ്, ഈ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന ഒരു വസ്തുവാണ് വെള്ളം, ജലം അഥവാ വാട്ടർ. ഓക്കെ, ഐസ് ഹീറ്റ് ചെയ്തപ്പോ വാട്ടറായി. ഇനി വാട്ടർ എന്ത് ചെയ്യണം? വാട്ടർ വീണ്ടും ഹീറ്റ് ചെയ്തപ്പോ വേപ്പറായി. വേപ്പർ വീണ്ടും കൂൾ ചെയ്തപ്പോ വാട്ടറായി. വാട്ടർ കൂൾ ചെയ്തപ്പോ ഐസായി. ഇതിന് മലയാളം മീഡിയം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഐസ് ചൂടാക്കിയപ്പോ ജലമായി, ജലം വീണ്ടും ചൂടാക്കിയപ്പോ നീരാവിയായി, നീരാവി തണുപ്പിച്ചപ്പോൾ വെള്ളമായി, വെള്ളം തണുപ്പിച്ചപ്പോൾ ഐസായി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എയർ. എയറിന്റെ പ്രത്യേകതകൾ. റീഡ് ദ ഫൈൻഡിങ്സ് ഓഫ് രാജു അബൌട്ട് എയർ. രാജു എയറിനെ പറ്റി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. എയർ ഹാസ് വെയിറ്റ്. എയറിന് ഭാരമുണ്ട്, വായുവിന് ഭാരമുണ്ട്. എയർ നീഡ്സ് സ്പേസ് ടു ഓക്യുപ്പൈ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എയർ ഹാസ് നോ ഷേപ്പ്. വായുവിന് ആകൃതിയില്ല. എയർ ഈസ് അറൌണ്ട് അസ്. നമുക്ക് ചുറ്റും വായുവുണ്ട്. രാജു ആൻഡ് നീന ആർ ഫില്ലിംഗ് വാട്ടർ ഇൻ ബോട്ടിൽസ് ഓഫ് സെയിം സൈസ് യൂസിംഗ് ഫണൽ. അപ്പൊ ഫണൽ ഉപയോഗിച്ചിട്ട് രാജുവും നീനയും കൂടി ഒരേ വലിപ്പമുള്ള 2 കുപ്പിയില് വെള്ളം നിറയ്ക്കുകയാണ്. ഒരേ വലിപ്പമുള്ള കുപ്പിയാണ്. ഓക്കെ, ഹൂസ് ബോട്ടിൽ ഫിൽസ് ഫസ്റ്റ്. ആരുടെ ബോട്ടിലായിരിക്കും ഇതിൽ ആദ്യം നിറയുക എന്നാ ചോദിച്ചത്. ഇതിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്? രണ്ടുപേരും ഒരേ കുപ്പിയിലേക്കാണ് ഒഴിക്കുന്നത്. ഒരേ വലുപ്പത്തിലുള്ള ഫണലാണ്, ഒരേ വലുപ്പത്തിലുള്ള കുപ്പിയാണ്. വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജു ഫണൽ ഇത്തിരി പൊക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആരുടെയാണ് ആദ്യം നിറയുക? അതെ, രാജുവിന്റെ ബോട്ടിലാണ് ആദ്യം നിറയുക. രാജുസ് ബോട്ടിൽ, രാജുവിന്റെ കുപ്പി. അപ്പോ അതിന്റെ കാരണം എന്താ? വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ഹി മേക്ക് ഹിസ് ഫണൽ സ്ലൈറ്റ്ലി ഹൈ. So, air in the bottle went out fastly and it filled easily. എന്തുകൊണ്ടാ? രാജു അവന്റെ ഫണൽ അല്പം ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത്. അതിനാൽ കുപ്പിക്കകത്തെ വായു പെട്ടെന്ന് പുറത്തു പോകുകയും കുപ്പി എളുപ്പത്തിൽ നിറയുകയും ചെയ്യുന്നു. ഫണൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായുവിനെ പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ വായു നിൽക്കുന്ന അത്രയും സ്ഥലത്ത് വെള്ളം നിറയോ? ഇല്ല. അപ്പൊ ഈ വായു മുഴുവൻ പോയി കഴിഞ്ഞിട്ടേ അത്രയും വെള്ളം നിറയുള്ളൂ. പക്ഷെ രാജുവിന്റെതില് പെട്ടെന്ന് തന്നെ വായു പുറത്തേക്ക് പോയി. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ എന്ത് വന്നു? വെള്ളം വന്നു. അപ്പൊ വെള്ളത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മളോട് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽസ്, സാമഗ്രികൾ എഴുതണം. അതായത് ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ വേണം? സാമഗ്രികൾ വേണം, പരീക്ഷണ രീതി വേണം, നിഗമനം, നമ്മൾ എന്താണോ കണ്ടെത്തിയത് അതും വേണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ബോട്ടിൽ, ഫണൽ ആൻഡ് വാട്ടർ. കുപ്പി, ഫണൽ, ജലം. ഇനി മെത്തേഡ് എന്താണ്? ഫില്ലിംഗ് വാട്ടർ ഇൻ ബോട്ടിൽ യൂസിങ് ഫണൽ. ഫണൽ ഉപയോഗിച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടെത്തിയത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത്. ജലത്തിന് ആകൃതിയില്ല, അത് നിലകൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു.
ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വാട്ടർ doesn't have shape. It takes the shape of the vessel in which it is contained. It needs space to occupy. അതവിടെ എഴുതാൻ വിട്ടുപോയതാണ്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. It needs space to occupy. അതും കൂടി എഴുതി ചേർക്കണം കേട്ടോ. ഓക്കെ. എയർ ഈസ് അറൌണ്ട് us. എയർ നമുക്ക് ചുറ്റുമുണ്ട്. We breathe oxygen from the air. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് എവിടെ നിന്നുവാ? വായുവിൽ നിന്നുമാണ്. മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. ഒഴുകുന്ന വായുവാണ് കാറ്റ്. Occupies space. എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. അടുത്തൊരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിന്റെയും കോമൺ ഫീച്ചേഴ്സ് ആ കൊടുത്തിട്ടുള്ള. വാട്ടർ, സ്മോക്ക്, സ്റ്റോണ്, വേപ്പർ, കെരോസിൻ, മിൽക്ക്, ബ്രിക്ക്, പെന്ന്. ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടോ, ഷേപ്പ് ഉണ്ടോ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ, അതുപോലെ തന്നെ ഇതൊക്കെ ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഏത് അവസ്ഥയിലാണ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ലിക്വിഡ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ദ്രാവകങ്ങളുടെ കോമൺ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ്? നമുക്ക് ഈ ഒരു ടേബിൾ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കറിയാം അല്ലെ, നമ്മളിതൊക്കെ പഠിച്ചതാണ്. എന്തൊക്കെയാണ് കോമൺ ഫീച്ചേഴ്സ്? ഹാവ് വെയിറ്റ്, നോ ഷേപ്പ്, നീഡ് പ്ലേസ് ടു ഓക്യുപ്പൈ. ഭാരമുണ്ട്, ആകൃതിയില്ല, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്സ്. ഖരങ്ങളുടെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെയാണ്? ഹാവ് വെയിറ്റ്, ഹാവ് ഷേപ്പ്, നീഡ് പ്ലേസ് ടു ഓക്യുപ്പൈ. എല്ലാം ആവശ്യമുള്ള ഒരാളാണല്ലേ ഖരം എന്ന് പറയുന്നത്. ഭാരമുണ്ട്, ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇനി ഗീവ് മോർ എക്സാമ്പിൾസ് ഫോർ ലിക്വിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? വാട്ടർ തന്നിട്ടുണ്ട്, കെരോസിൻ മണ്ണെണ്ണ തന്നിട്ടുണ്ട്, മിൽക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലാതെ ഇനിയും എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ എക്സാമ്പിൾസ് എഴുതാം? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോയി നോക്കിയാൽ മതി, കുറെ സാധനങ്ങൾ അവിടെ നിന്നും തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. പെട്രോൾ, ഡീസൽ. തേൻ, ഹണി. മോര്, ബട്ടർ മിൽക്ക്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പാർട്ട് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.